നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സുകൾ ഉണ്ട്. നിങ്ങൾ ലൈക്ക് എത്ര കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നവരാണ്. പക്ഷേ സ്നേഹത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയുന്നു. ഇമ്മയുടെ അമ്മിഞ്ഞ പാലിൽ നിന്ന് കിട്ടിയതാണ് ഈ സൗരഭ്യം. നിലമ്പൂർ കുന്നിൻ മുകളിൽ നിന്ന് കളകളാരവ മുഴക്കി ഓടുന്ന കട്ടാറുകളിൽ ലയിച്ചു ചേർന്ന ശബ്ദമാണ് മുസ്ലിം ലീഗ്. നിലമ്പൂർ കുന്നിൻ മുകളിലെ കട്ടാറുകളിൽ നിന്ന് ഒഴുകി വരുന്ന കട്ടാറുകളിൽ ലയിച്ചു ചേർന്ന ശബ്ദമാണ് മുസ്ലിം ലീഗ്. ലജ്ജാശീലയായ ശാലീന സുന്ദരിയായ നാടൻ പെൺകുട്ടിയെ പോലെ കുണുങ്ങിയോടുന്ന ചാലിയാറിന്റെയും ഭാരതപ്പടയുടെയും നമ്മുടെ കടലുണ്ടിപ്പടയുടെയും കുഞ്ഞോളങ്ങളിൽ അലിഞ്ഞു ചേർന്ന ശബ്ദമാണ് മുസ്ലിം ലീഗ്. വണ്ടൂരിന്റെ മലമടക്കുകളിൽ, മമ്പാടിന്റെ മടിത്തട്ടിൽ, കിഴക്കനേറനാടിന്റെ തേക്കിൻ തോപ്പുകളിൽ, കാളികാവിന്റെയും കരുവാരക്കുണ്ടിന്റെയും റബ്ബർ മരങ്ങളുടെ ശീതളഛായയിൽ ലയിച്ചു ചേർന്ന ശബ്ദമാണ് മുസ്ലിം ലീഗ്. അറബനമുട്ടിന്റെയും കോൽക്കളിയുടെയും കർണാനന്ദമായ നാദവീതികൾ ഹർഷപുളകിതം ചാർത്തിയെത്തുന്ന മലബാറിന്റെ രാഷ്ട്രീയ ശബ്ദമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം നവോത്ഥാനത്തിന്റെ ശബ്ദം, മുസ്ലിം ഇന്ത്യയുടെ ശബ്ദം, അതാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ ഈ നിൽക്കുന്ന ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് എകയത്തി എറിഞ്ഞു കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞല്ലോ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി, ഇവിടെ പറഞ്ഞല്ലോ കാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രസക്തി. വിശുദ്ധ നബി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂക്തം ജിബ്രീൽ വന്ന് ഓതി കേൾപ്പിക്കുന്നത്. പനി പിടിപ്പിച്ച് വിഭ്രാന്തി പിടിച്ചു തന്റെ വീട്ടിലേക്ക് വന്ന പ്രവാചകൻ വിറയുന്ന ശബ്ദത്തോടു കൂടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പത്നിയോട് ഞാൻ ആകെ പ്രയാസത്തിലാണ്. ജിബ്രീൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എഴുതാനും വായിക്കാനും എന്നെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയതമ, എന്ത് ചെയ്യണം? അന്ന് നബി തിരുമേനിയുടെ പ്രിയപ്പെട്ട പത്നി പ്രവാചകനോട് പറഞ്ഞ വാക്ക്, എന്തിനാണ് റസൂലേ